ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൂവൻവാഴ വെച്ചത്. അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു കമൻറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ഈ വാഴ ഇങ്ങനെയല്ലോ ഒക്കെ നെഗറ്റീവ് പോസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ മണ്ണെന്താ വെച്ചാൽ ഇവിടെ പൊന്തിയ മണ്ണാണ്. വെള്ളം ഇനിയിപ്പോൾ ഒരു പ്രളയം വന്നാലും ഇവിടെ വെള്ളം നിൽക്കാത്തൊരു പൊന്തിയ പ്രദേശമാണ്, ചുവന്ന മണ്ണാണ്. അവിടെ ഞങ്ങളൊരു കൈക്കോട്ട് ആഴത്ത് തന്നെ വെക്കണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വാഴ ഒന്നായി വന്നതിന് ശേഷം തടം തുറന്നിട്ട് കോഴി വളർത്തിട്ട് മൂടി ചെയ്യുക. മഴ ഈ വെള്ളം തുറന്ന് പിന്നെ കർക്കിടക മാസം വരുമ്പോൾ ഒന്നും കൂടെ രക്ഷപ്പെടും. അങ്ങനെ വളരണമാണ്. അപ്പോൾ ഇതൊരു തെറ്റായ രീതിയിലൊന്നുമില്ല. ഓരോ മണ്ണിന് ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ പാടത്തുമ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇതേമാതിരി തന്നെ വെക്കാൻ പറ്റുള്ളൂ. താഴത്ത് കൂന കൂട്ടി വെക്കണം. പക്ഷെ നമ്മൾ വാഴക്ക് നോക്കി ഇത് വെച്ചാൽ ഒറിജിനൽ പൂവനാണ്. ഇതിനൊരു ഒരു കന്നിൻ്റെ ഒരു 8-9 തലമുറ കഴിഞ്ഞിട്ട് കന്നാണിത്. അതിൽ നിന്ന് കിട്ടിയ വാഴക്കന്ന്. അപ്പോൾ ഇത് പോവരുത്. ഒറിജിനൽ നാടൻ പൂവനാണ്, നല്ല ടേസ്റ്റാണ് പണം. അങ്ങനെ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇത് തെറ്റായ രീതിയിലൊന്നുമില്ല. ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകം പല നാടിനും പല രീതിയിലും നമ്മൾ കൃഷി ചെയ്യേണ്ടതില്ല. ഇപ്പോൾ പാടത്ത് വേറെ, ആലപ്പുഴ ഭാഗത്ത് വേറെ. ആലപ്പുഴ ഭാഗത്ത് കൂടിനെ കൂട്ടിയിട്ടാണ് വാഴ വെക്കണത്, മണ്ണ് കയറിയിട്ട് കുണ്ടുകുത്തിയിട്ടല്ല. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ പ്രത്യേകതയാണ്. അപ്പോൾ അത് നല്ല പ്രവണത തന്നെ ഉണ്ടാക്കി.